ഒരു ടാങ്കിൽ 10.5 ലിറ്റർ ജലം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 1/4 ഭാഗം നിറഞ്ഞു. ടാങ്ക് നിറയാൻ വേണ്ട ജലം എത്ര? അപ്പോൾ ഒരു ടാങ്കിൽ 10 1/2 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചപ്പോഴോ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. ചോദ്യം, ടാങ്ക് നിറയാൻ വേണ്ട ജലം, അതായത് ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളളവാണ്. ടാങ്ക് നിറയാൻ വേണ്ട ജലം പറഞ്ഞാൽ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ടാങ്കിൻ്റെ വ്യാപ്തമാണത്. നമ്മൾ അത് എക്സ് എന്നെടുക്കുക. ടാങ്കിൻ്റെ ഉള്ളളവ് അല്ലെങ്കിൽ ടാങ്കിൻ്റെ വ്യാപ്തം എക്സ് ലിറ്റർ. ഇവിടെ എന്താ പറയുന്നത്? അതിൻ്റെ 1/4 ഭാഗം. അപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളളവ് എത്ര? എക്സ് അല്ലേ? അതിൻ്റെ 1/4 ഭാഗം പറയുമ്പോൾ നമ്മൾ ഗുണിക്കുക. അപ്പോൾ 1/4 ഭാഗം പറയുമ്പോൾ 1/4 എക്സ് അല്ലേ? ആകെ എക്സ് കൊള്ളു അതിൽ എക്സ് ലിറ്റർ. അതിൻ്റെ 3/4 ഭാഗം പറയുമ്പോൾ 3/4 എക്സ്. 1/4 ഭാഗം. ഈ 1/4 ഭാഗം പറയുന്നത് എന്താണ്? 10 ലിറ്ററാണ്. കാരണം എന്താ? 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ എത്ര ഭാഗമായി? 1/4 ഭാഗമായി. അതിൻ്റെ അർത്ഥം എന്താ? 1/4 ഭാഗം പറയുന്നത് 10 ലിറ്ററാണ്. അപ്പോൾ 3/4 എക്സ് സമം 10. 3/4 എക്സ് സമം ഇത് മിശ്രഭിന്നം മാറ്റി എക്സ് ഫ്രാക്ഷൻ എങ്ങനെ? 10 കൊണ്ട് 2 കുടിച്ചു, 2 20, എന്നിട്ട് 1 കൂട്ടി 21/2. അപ്പോൾ 3/4 എക്സ് സമം 21/2. എക്സ് എങ്ങനെ കാണുക? ഇൻറ്റു 3/4 വലത്തോട്ട് എടുത്തു. ഇൻറ്റു 3/4 വലത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 4/3 എന്നാവും. അതായത് ഇൻറ്റു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. ഹരിക്കുക പറയുമ്പോൾ എന്താ? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക, വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എക്സ് സമം 21/2 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 4/3. ഈ 2ഉം 4ഉം വെട്ടുമ്പോൾ മുകളിൽ 2. 2 4 ഹരിക്കുമ്പോൾ മുകളിൽ 2 വരും. അതുപോലെ 21 3 ഹരിക്കുമ്പോൾ മുകളിൽ 7 വരും. 21 3 പഠിച്ചെടുക്കുമ്പോൾ മുകളിൽ 7. അപ്പോൾ ഇവിടെ 7ഉം ഇവിടെ 2ഉം. 7 × 2 14 എന്ത്? എക്സിൻ്റെ വില. അതായത് ഈ ടാങ്കിൽ നിറയണമെങ്കിൽ എത്ര വേണം? 14 ലിറ്റർ വെള്ളം വേണം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് ആദ്യ സംഖ്യ കാണുക. നമുക്ക് ആദ്യ സംഖ്യ എക്സ് എന്ന് എടുക്കുക. ആദ്യ സംഖ്യ എക്സ്. ഇവിടെ പറയണത് ഒരു സംഖ്യയുടെ 4 മടങ്ങ് പറഞ്ഞാൽ ഗുണിക്കുക. അപ്പോൾ സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യ എക്സ് ആണ്. അതിൻ്റെ 4 മടങ്ങ് 4x. അപ്പോൾ ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത്, അതായത് 4x എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആ സംഖ്യയേക്കാൾ 2 കുറവായ, സംഖ്യയേക്കാൾ 2 കുറവ് പറയുമ്പോൾ എക്സ് എന്ന് 2 കുറയ്ക്കുക. സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങ്, അതിൻ്റെ 5 മടങ്ങ്. അപ്പോൾ അതിനെ 5 കൊണ്ട് ഗുണിക്കുക. സംഖ്യയേക്കാൾ 2 കുറവ് പറയുമ്പോൾ എക്സ് - 2, അതിൻ്റെ 5 മടങ്ങ് ഇൻറ്റു 5. 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ഇവിടെ +1 ഇട്ടു. അപ്പോൾ എന്താണ്? സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതൽ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ശരിയാക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ഈ സമവാക്യം നിർദ്ധാരണം ചെയ്യുക. ഇടത് വശം 4x അതുപോലെ ഇട്ടു സമം വലതുവശത്ത് ഈ 5 കൊണ്ട് ബ്രാക്കറ്റ് 2 കുടിക്കണം. 5 കൊണ്ട് ബ്രാക്കറ്റ് 2 5 × x 5x 5 × -2 -10 +1. ഇനി എക്സുകളൊക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഇവിടെ 4x ഉണ്ട്, പോസിറ്റീവ് 5x അങ്ങോട്ട് എടുത്തു, -5x. 4x - 5x സമം സംഖ്യകൾ ഇവിടെ ഇരിക്കട്ടെ. ഏതൊക്കെയാണ്? -10 +1. -10 +1 പറയുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നിടണം. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നിടുമ്പോൾ -9 എന്ന് കിട്ടും. അപ്പോൾ 4x - 5x പറഞ്ഞാൽ -1x. 4x - 5x -1x സമം -9. എക്സ് എങ്ങനെ കാണുക? ഇൻറ്റു -1 വലത്തോട്ട് എടുക്കുക, ഇൻറ്റു -1. അപ്പോൾ എക്സ് സമം -9/-1. ഇൻറ്റു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും. -9/-1. 9/1 9ആണ്. 9/1 9. നെഗറ്റീവ് ഹരിച്ചാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഉത്തരം എക്സിൻ്റെ വില +9. 400 വരെയുള്ള എത്ര സംഖ്യകളെ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം? 400 വരെയുള്ള എത്ര സംഖ്യകളെ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം? അതായത് 400 വരെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? 400 വരെ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അല്ലെങ്കിൽ 400 വരെ എത്ര 7ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്? 400 വരെ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമാണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ, അതായത് ഒരു നിശ്ചിത സംഖ്യ തരും, അതുവരെയുള്ള എത്ര സംഖ്യകളെ ഇവിടെ ഒരു സംഖ്യ തരും, ആ സംഖ്യ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സംഖ്യയോട് ഹരിച്ചാൽ മതി. ഇപ്പോൾ 400നെ 7 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ഉത്തരം കാണുക, ഹരണഫലം. ശിഷ്ടം നമ്മൾ പരിഗണിക്കേണ്ട. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ 400നെ 7 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 40ൽ 7 × 7 35. 40 30 കുറച്ച് 5, അടുത്ത കിറക്കിയിട്ടു 0. 50ൽ
7749, 50 49 കുറച്ച 1. ഇനി ഇവിടെ ഇറക്കിയിടാൻ സംഖ്യയില്ല, അതുകൊണ്ട് ഈ കിട്ടുന്നത് ശിഷ്ടം. നമ്മൾ ശിഷ്ടം ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഹരണഫലമാണ് നമ്മുടെ ഉത്തരം 57. അതായത് 400 വരെയുള്ള 57 സംഖ്യകളെ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. 20 ഇൻറ്റു 15 മൈനസ് 8 പ്ലസ് 120 ഹരിക്കണം 4 മൈനസ് 5 ഇൻറ്റു 5. ബോർഡ് മാസ് പ്രകാരം ആദ്യം ബ്രാക്കറ്റ്, അതായത് കുറയ്ക്കണം. 20 ഇൻറ്റു 15 കുറച്ചാൽ 7, ബാക്കിയെല്ലാം അതേപടി പ്ലസ് 120 ഹരിക്കണം 4 മൈനസ് 5 ഇൻറ്റു 5. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ അടുത്തത് ഡിവിഷൻ ഹരണം, ഇതാണ് ഹരണം. അപ്പോൾ 20 ഇൻറ്റു 7 അതേപടി എഴുതി, പ്ലസ് 120നെ 4 കൊണ്ട് ഹരിച്ചാൽ 30 മൈനസ് 5 ഇൻറ്റു 5. ഡിവിഷൻ കഴിഞ്ഞു, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. ഹരണം കഴിഞ്ഞാൽ അടുത്ത ഗുണനം. ഇവിടെ 2 ഗുണനുണ്ട്, ഇവിടെ ഒരു ഗുണനുണ്ട്, ഇതൊരു ഗുണനം. 20 ഇൻറ്റു 7 140, 20 ഇൻറ്റു 7 140 പ്ലസ് 30 മൈനസ് 5 25. ഇനി കൂട്ടലും കുറയ്ക്കലും. നമുക്കിത് രണ്ടും കൂടി കൂട്ടാം. 140 30 കൂട്ടിയാൽ 170, 140 30 കൂട്ടിയാൽ 170 മൈനസ് 25. 170 നിന്ന് 25 കുറച്ച ഉത്തരം 145. 3030 ഹരിക്കണം 15 പ്ലസ് 15. 3030 ഹരിക്കണം 15 പ്ലസ് 15. ഇവിടെ 2 ക്രിയകളാണുള്ളത്, ഹരണമുണ്ട്, കൂട്ടലുണ്ട്. ഹരണവും കൂട്ടലും. അപ്പോൾ ഹരണം ചെയ്തിട്ടേ കൂട്ടൽ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ 3030നെ 15 കൊണ്ട് ഹരിക്കുകയാണ്. 3030നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 3, 3ൽ 15 പോവില്ല. 0 കൂടി ചേർക്കുമ്പോൾ 30, 30ൽ 15 2 പ്രാവശ്യം, 30ൽ 15 2 പ്രാവശ്യം. അടുത്ത അക്കം 3 ആ 3ൽ പോവില്ല, 3ൽ 15 പോവില്ല, അതുകൊണ്ട് നമ്മളവിടെ 0 ഇടണം. അടുത്ത അക്കമായ 3 എടുക്കുമ്പോൾ 3ൽ 15 പോവില്ല, അതുകൊണ്ട് നമ്മളിവിടെ 0 ഇട്ടു. എന്നിട്ട് ആ 3ൻ്റെ കൂടെ 0 ചേർത്തു. 30ൽ വീണ്ടും 15 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ നമ്മൾ 3030നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 202. പിന്നെ കൂട്ടണം 15 ഉണ്ട്, ഇനി കൂട്ടുക 2 കൂടി. 202ഉം 15 കൂട്ടിയ ഉത്തരം 217. 0.05 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/20. 0.05 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/20. നമുക്ക് ആദ്യം 0.05 സ്ക്വയർ കാണാം. 0.05 സ്ക്വയർ കാണാൻ ദശാംശ സംഖ്യയുടെ സ്ക്വയർ കാണുമ്പോൾ സംഖ്യയുടെ മാത്രം സ്ക്വയർ കാണുക. ദശാംശം ഒഴിവാക്കുക, സംഖ്യയുടെ മാത്രം സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 5 25. അതിനുശേഷം എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ ഇരട്ടി സ്ഥാനങ്ങൾ നീക്കണം. എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ ഇരട്ടി. ഇവിടെ ദശാംശം കേട്ട് 2 അക്കം ഉള്ളത്. സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി. 2 സ്ഥാനമാകുമ്പോൾ ഇരട്ടി 4 സ്ഥാനം. എന്നിട്ട് നമ്മളിവിടെ 25 എന്ന് എഴുതിയല്ലോ. ഈ 25ൽ 4 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 25ൽ 4 സ്ഥാനം ഇടത്തോട്ട് നീക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ 2 അക്കങ്ങളേ ഉള്ളൂ, 4 സ്ഥാനം നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 0 കൂടി ചേർത്ത് ദശാംശം ഇട്ടു. ഇപ്പോൾ എന്തായി? ദശാംശത്തിന് ശേഷം 4 ദശാംശം കഴിഞ്ഞിട്ട് 4 അക്കമായി. അപ്പോൾ 4 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയ പോലെ. അപ്പോൾ 0.05 സ്ക്വയർ എത്രയാണ്? 0.0025 ഇൻറ്റു 1/20. ഇനി നമ്മൾ അംശങ്ങൾ ഗുണിക്കണു. 0.0025നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റം വരില്ലല്ലോ. അപ്പോൾ 0.0025/20. നമുക്ക് ഇവിടെ അംശത്തെയും ഛേദത്തെയും 5 കൊണ്ട് ഗുണിക്കുക. 5 കൊണ്ട്. അതെന്തിനാ വെച്ചാൽ ഛേദത്തെ 20 ആണ്, 5 കൊണ്ട് ഗുണിച്ചാൽ 100 ആയി മാറും. ഛേദം ഇവിടെ 20 ആണ്, 5 കൊണ്ട് ഗുണിച്ചാൽ 100 ആവും. 100 കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്, അതുകൊണ്ട് നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു. പക്ഷേ 5 ഈ ഛേദത്തിനെ മാത്രം ഗുണിക്കരുതല്ലോ, അംശത്തിനെ ഗുണിക്കണം. അതാണ് 5/5. ഇനി അംശങ്ങൾ ഗുണിക്കുക. ഏതൊക്കെ? 0.0025 5 ഗുണിക്കുമ്പോൾ 0.0125 കിട്ടും. അംശങ്ങൾ ഗുണിക്കുമ്പോൾ 0.0125 ബൈ ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 5 × 20 100 വരും. 5 × 20 100. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 100 കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം 2 സ്ഥാനം ഇടത്തോട്ട്. ഇവിടെ ദശാംശം ഇവിടെ കിടക്കുന്നത്. ഇനി 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ നമ്മൾ 2 0 ചേർക്കണം. ദശാംശം ഇപ്പോൾ ഇവിടെയാണ്. 2 സ്ഥാനം കൂടി ഇടത്തോട്ട് നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 0 ഇട്ടിട്ട് ദശാംശം ഇടണം. ഇതാ ഇപ്പോൾ നോക്കൂ, 0.0000125. അപ്പോൾ ഇതിനേക്കാളും നമ്മൾ 2 സ്ഥാനം കൂടി ഇടത്തോട്ട് നീക്കി. അപ്പോൾ നമുക്ക് 0.0000125 കിട്ടി. ഇത് 0.05ൻ്റെ ക്യൂബാണ്. 0.05ൻ്റെ ക്യൂബ് അല്ലേ? നമുക്ക് ഇതിൻ്റെ ക്യൂബ് കണ്ടു നോക്കാം. എങ്ങനെ ക്യൂബ് കാണുക? ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ ക്യൂബ് നോക്കൂ. ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ ക്യൂബ് 5ൻ്റെ ക്യൂബ് 125. എന്നിട്ടോ
ദശാംശ സ്ഥാനങ്ങൾ എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി. ദശാംശ സ്ഥാനങ്ങൾ എത്രയാണ്? 2 എണ്ണം. അതിൻ്റെ 3 ഇരട്ടി. ക്യൂബ് കാണുമ്പോൾ 3 ഇരട്ടി എടുക്കുക. അപ്പോൾ 6 സ്ഥാനം എടുത്തുകൊണ്ട് നീക്കണം. 6 സ്ഥാനം എടുത്തുകൊണ്ട് നീക്കണമെങ്കിൽ ഇവിടെ 125 പറയുമ്പോൾ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 6 സ്ഥാനം നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 പൂജ്യം കൂടി ഇടണം. അപ്പോൾ ഉത്തരം 0.000025. 61-ൽ എത്ര ആറിലൊന്നുകൾ ഉണ്ട്? 61-ൽ എത്ര ആറിലൊന്നുകൾ ഉണ്ട്? നമുക്കൊരു സംഖ്യ തന്നിട്ട് അതിൽ മറ്റൊരു സംഖ്യ എത്ര എണ്ണുണ്ട് ചോദിച്ചാൽ, ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയിൽ മറ്റൊരു സംഖ്യ എത്ര ഉണ്ട് ചോദിച്ചാൽ നമ്മൾ ആദ്യ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ആദ്യത്തെ സംഖ്യ എത്രയേ? 61. അതിനെ 6-ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/6ആണ്. 6-ൽ 1 1/6. അപ്പോൾ ആദ്യ സംഖ്യയെ 61-നെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് 1/6 കൊണ്ട് ഹരിക്കുക. ആദ്യത്തെ സംഖ്യ 61. അതുപോലെ നമുക്കറിയാം ഹരിക്കുക എന്ന് പറഞ്ഞാൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ടാണോ ഹരിക്കണത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 61 നിട്ടു, ഹരിക്കണം എന്നുള്ളതിന് പകരം ഗുണന ചിഹ്നം ഇട്ടു, എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടു 6/1. അപ്പോൾ ഇവിടെ അംശങ്ങൾ ഗുണിക്കുക. 61 × 6 ഗുണിക്കുമ്പോൾ 1 6 6 6 36 366/1 വരും. /1 പറഞ്ഞാൽ അതിനൊരു വിലയില്ല. 366/1 ഛേദം, അതായത് 1 കൊണ്ട് ഹരിക്കുമ്പോൾ മാറ്റില്ല. അപ്പോൾ ഉത്തരം 366. 61-ൽ എത്ര 6-ൽ 1 ഉണ്ട്? ഉത്തരം 366 എണ്ണം. 5/6.625 0.7547 ആയാൽ 5/6625 എത്ര? നമുക്ക് 5/6.625ൻ്റെ മൂല്യം തന്നിട്ടുണ്ട്. എന്താണ്? 0.7547. അത് നമ്മൾ എടുത്ത് എഴുതി താഴേക്ക് 5/6.625 0.7547/1 എന്നിട്ടു. ഇവിടെ ഫ്രാക്ഷൻ ആണല്ലോ, അതുപോലെ ഇവിടെ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതാൻ /1 ഇടാം. /1 കൊണ്ട് അത് 1 ഇട്ടത് കൊണ്ട് മാറ്റമൊന്നും വരില്ല. ഇതന്നെയാണ്. ഇപ്പോൾ കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് നമ്മൾ 0.7547 എന്നിട്ടിട്ട് /1 ഇട്ടു. ഇനി നമ്മൾ കാണേണ്ടത് എടുത്ത് എഴുതുക. കാണേണ്ടത് എന്താ? 5/6625. നമുക്ക് തന്നിട്ടുള്ളതിൻ്റെയും കാണേണ്ടതിൻ്റെയും അംശം നോക്കൂ. തന്നിട്ടുള്ളതിൻ്റെ അംശം 5, കാണേണ്ടതും അംശം 5 അംശം മാറ്റില്ല. ഛേദോ ഇവിടെ 6.625, ഇവിടെ 6625. അതായത് ഇവിടെ ദശാംശമുണ്ട്. ദശാംശം 3 സ്ഥാനങ്ങളുണ്ട്. ദശാംശ സ്ഥാനങ്ങൾ. ഇവിടെ ദശാംശം ഇല്ല. അതായത് ഈ ദശാംശം 3 സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയി. ഈ ദശാംശം 3 സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയാൽ 6625 കിട്ടും. അപ്പോൾ എന്താ മനസ്സിലായത്? ഛേദത്തിൽ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ഛേദത്തിൽ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയതിന് പകരമായിട്ട് ഇവിടെ 3 പൂജ്യങ്ങൾ ചേർക്കുക. ഇവിടുത്തെ ഛേദം എന്താ? 1 അല്ലേ? അതിൻ്റെ കൂടെ 3 പൂജ്യം ചേർക്കുക. ഛേദത്തിൽ ഇവിടെ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയത് കൊണ്ട് ഈ ഛേദമായ 1ൻ്റെ കൂടെ 3 പൂജ്യം ചേർത്തു. അപ്പോൾ എന്ത് കിട്ടി? 0.7547/1000. ഇനി നമുക്ക് 1000 കൊണ്ട് ഹരിക്കും പറയാമല്ലോ. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ ദശാംശം ഇവിടെ കിടക്കുകയാണ്. ഇനി നമുക്കിവിടെ സ്ഥാനങ്ങളൊന്നുമില്ല നീക്കാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണു? 3 സ്ഥാനം നീക്കണമെങ്കിൽ 3 പൂജ്യം ചേർത്ത് ദശാംശം അറ്റത്തിട്ടാൽ മതി. 3 സ്ഥാനം നീക്കാൻ 3 പൂജ്യം ചേർക്കുക. അപ്പോൾ ഇതാ 3 പൂജ്യം ചേർത്ത് ദശാംശം ഇട്ടു. ഉത്തരം 0.007547. 2/3 + 4/5 + n = 2 ആയാൽ n-ൻ്റെ വില കാണുക. സമത്തിൻ്റെ ഇടതുവശത്ത് ചരത്തെ കൂടാതെ 2 ഫ്രാക്ഷൻസ് ഉണ്ട്. സമത്തിൻ്റെ ഇടതുവശത്ത് ചരത്തെ വേരിയബിളിനെ കൂടാതെ 2 ഭിന്നസംഖ്യകളുണ്ട്. നമുക്ക് ആ 2 ഭിന്നസംഖ്യകളും കൂടി കൂട്ടാം. എങ്ങനെയാണ്? അതായത് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ 2 × 5 10. ഇടയിലത്തെ ചിഹ്നം പ്ലസ്. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ 3 × 4 12. അപ്പോൾ 10 + 12 ഛേദങ്ങൾ പരസ്പരം ഗുണിച്ചെഴുതുക. ഛേദങ്ങൾ 3 5 15. 10 + 12/15 കൂട്ടണം n = 2. അംശങ്ങൾ കൂട്ടി 10ഉം 12ഉം 22/15 + n = 2. ഇത് n കാണണമെങ്കിൽ n-ൻ്റെ കൂടെ 22/15 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക. n കാണാൻ n-ൻ്റെ കൂടെ 22/15 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ n = 2. ഈ പോസിറ്റീവ് മാറി കുറയ്ക്കണം എന്നാവും. ഇത് പോസിറ്റീവാണ്, നിങ്ങൾ എടുക്കുമ്പോൾ കുറയ്ക്കണം. 2 കുറയ്ക്കണം 22/15. നമുക്ക് ഈ 2-നെ 2/1 എന്ന് എഴുതാം. 2-നെ 2/1 എന്ന് എഴുതാം. 2/1 2 തന്നെയാണല്ലോ. -22/15. ഇതെന്തിനാ അങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ കൂട്ടിയല്ലോ, അതുപോലെ ഇവിടെ കുറയ്ക്കാൻ. ഇവിടെ ഈ കൂട്ടിയതുപോലെ നമുക്കിവിടെ കുറയ്ക്കാം. എന്താ ചെയ്യുക?
ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക, ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ 15 30 ഇടയത്തെ ചിഹ്നിട്ട് കുറയ്ക്കണം. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക, ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഒരു 22 ബൈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 1 × 25 അല്ല 1 × 15 15. അംശങ്ങൾ കുറയ്ക്കുക. 30 നിന്ന് 22 കുറച്ചാൽ 8/15. ഉത്തരം എന്നിൻ്റെ വില 8/15. 6 ഹരിക്കണം 2 മൈനസ് 1 × 5 × 5 പ്ലസ് 12 ഹരിക്കണം 6 മൈനസ് 9. നമ്മളിത് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ്, ഇവിടെ 3 ബ്രാക്കറ്റുകളുണ്ട്. ഈ 3 ബ്രാക്കറ്റത്തെയും ക്രിയകൾ ആദ്യം ചെയ്യുക. ആദ്യത്തെ ബ്രാക്കറ്റിൽ 6 ഹരിക്കണം 2 ഹരിച്ചാൽ 3 കിട്ടും, മൈനസ് 1 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ 5 × 5 ഗുണിച്ചാൽ 25 പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ 12 ഹരിക്കണം 6, 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2, 6 12 മൈനസ് 9. അപ്പോൾ നമ്മൾ എല്ലാ ബ്രാക്കറ്റത്തെയും ക്രിയകൾ ചെയ്തു. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഹരണം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷേ ഇവിടെ ഹരണങ്ങളെല്ലാം ബ്രാക്കറ്റിനകത്താണ്, അതുകൊണ്ട് അത് ചെയ്തു. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷനാണ് വേണ്ട, ഗുണനം. ഈ 3 അതുപോലെ ഇട്ടു, മൈനസ് 1 × 25 ഗുണിച്ചു 25 പ്ലസ് 2 മൈനസ് 9. അടുത്തതായിട്ട് കൂട്ടലും കുറയ്ക്കലുമാണ്. നമ്മൾ ഒരേ ചിഹ്നങ്ങളുള്ളത് കൂട്ടുക. അപ്പോൾ ഇവിടെ 3ഉം 2ഉം പോസിറ്റീവാണ്, 3ഉം 2ഉം പോസിറ്റീവ്. അത് 2 കൂടി കൂട്ടിയാൽ 3 2 5. 25ഉം 9ഉം മൈനസാണ്, 25ഉം മൈനസാണ്, 9 മൈനസാണ്. അത് കൂട്ടുക. 25 9 34 എന്നിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ 5 നിന്ന് 34 കുറയ്ക്കണം. 5 നിന്ന് 34 കുറയ്ക്കുമ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? -29. 5 നിന്ന് 34 കുറച്ചാൽ ഉത്തരം -29. 10.012 നിന്ന് എന്ത് കുറച്ചാൽ 1.011 കിട്ടും? 10.012 നിന്ന് എന്ത് കുറച്ചാൽ 1.011 കിട്ടും? ഇതിലത്തെ ഉത്തരം കാണാൻ 10.012 നിന്ന് 1.011 കുറച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഒരു ചോദ്യം വന്നാൽ, ഈ മാതൃകയിൽ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കാണാൻ ആദ്യ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറച്ചാൽ മതി. 10.012 നിന്ന് 1.011 കുറയ്ക്കുക. 2 നിന്ന് കുറച്ചാൽ 1, 1 നിന്ന് കുറച്ചാൽ 0, പിന്നെ 0, 10 നിന്ന് കുറച്ചാൽ 9. ഉത്തരം 9.001. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഡയഗണലുകളിൽ ഒന്ന് 16 സെൻറ്റിമീറ്റർ, മറ്റേ ഡയഗണൽ എത്ര? ഇത് 29/4/23 നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ഇവിടെ റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം. നമ്മളതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്, ഏരിയ. അപ്പോൾ അതിൻ്റെ ഫോർമുല എഴുതുക. സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം അര d1 d2. ഈ d പറഞ്ഞാൽ ഡയഗണൽ. അപ്പോൾ d1 ഒരു ഡയഗണൽ, d2 രണ്ടാമത്തെ ഡയഗണൽ. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. വിസ്തീർണം സമം അര d1 d2. വില കൊടുക്കുമ്പോൾ ആദ്യം അര ഇൻറ്റു ഒരു ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വികരണം എത്രയാണ്? 16. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അര ഇൻറ്റു 16 ഇൻറ്റു മറ്റേ ഡയഗണലാണ് അറിയാത്തത്. അപ്പോൾ d2 അതുപോലെ എഴുതി. അര ഇൻറ്റു 16 ഇൻറ്റു d2 സമം വിസ്തീർണം നമുക്ക് തന്നിട്ട് എത്രയാണ്? 240. അപ്പോൾ ഈ വലതുവശത്ത് 240 എഴുതി. ഇടതുവശത്ത് ഈ 2ഉം 16ഉം വെട്ടുമ്പോൾ 8 എന്ന് കിട്ടും. 2ഉം 16ഉം കൂടി ഹരിക്കുമ്പോൾ 8 എന്ന് വരും. അപ്പോൾ 8 d2 എന്ന് വരും. ഇവിടെ സമത്തിന് ഇടതുവശത്ത് 8 d2 സമം 240. 8 d2 240 ആണെങ്കിൽ d2 കാണാൻ 240/8, അതായത് ഇൻറ്റു 8 വലത്തോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം 8 എന്നാവും. 240/8 ഹരിച്ച 324 ഒരു 0. അപ്പോൾ രണ്ടാമത്തെ ഡയഗണൽ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. റൂട്ട് ഓഫ് 123 പ്ലസ് എക്സ് പ്ലസ് 321 സമം 25 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഈ ഇടതുവശത്തുള്ള റൂട്ട് ചിഹ്നത്തിനകത്ത്, സമത്തിൻ്റെ ഇടതുവശത്തുള്ള റൂട്ട് ചിഹ്നത്തിനകത്ത് 123ഉം 321 കൂട്ടാം. 123ഉം 321 കൂട്ടിയാൽ 444 എന്ന് വരും. പിന്നെ അവശേഷിക്കുന്നത് പ്ലസ് എക്സ് സമം വലതുവശത്ത് 25. ഇതിപ്പോൾ ഒരു ഇക്വേഷനാണ്, ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ നമ്മൾ എക്സിൻ്റെ വിലയാണ് കാണേണ്ടത്. ഈ എക്സ് എവിടെ കിടക്കണോ? റൂട്ട് ചിഹ്നത്തിനകത്താണ് കിടക്കുന്നത്. എക്സ് റൂട്ട് ചിഹ്നത്തിനകത്ത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് ചിഹ്നം ഒഴിവാക്കണം. എന്നാലേ നമുക്ക് എക്സിൻ്റെ വില കാണാൻ പറ്റുള്ളൂ. റൂട്ട് ചിഹ്നം ഒഴിവാക്കണം. റൂട്ട് ചിഹ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ കണ്ടാൽ മതി. റൂട്ട് ചിഹ്നം ഒഴിവാക്കാൻ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ സ്ക്വയർ കാണുമ്പോൾ ഇവിടെ സ്ക്വയർ കാണണം. ഇതൊരു ഇക്വേഷനാണ്. ഇടതുവശത്ത് എന്ത് ചെയ്യുമ്പോഴും അത് വലതുവശത്ത് ചെയ്യണം. അപ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇരുവശത്തും വർഗം കാണുക.
അപ്പോൾ ഇടതുവശത്ത് റൂട്ട് ഓഫ് 444 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഇത് എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ഇട്ടു. അതുപോലെ വലതുവശത്ത് സമം 25 സ്ക്വയർ. നമുക്കറിയാം കൃത്യങ്ക നിയമപ്രകാരം റൂട്ട് എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സ് ആണ്. അതായത് ഒരു സംഖ്യയ്ക്ക് റൂട്ട് ചിഹ്നവും സ്ക്വയർ റൂട്ടാ ആ സംഖ്യ മാത്രമാണ് ഉത്തരം. ഒരു സംഖ്യയ്ക്ക് റൂട്ട് ചിഹ്നവും സ്ക്വയർ റൂട്ടാ ആ സംഖ്യ മാത്രം ഉത്തരം. അപ്പോൾ ഇവിടെ റൂട്ട് ചിഹ്നമുണ്ട് സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. 444 പ്ലസ് എക്സ് സമം 25 സ്ക്വയർ 25 × 25 625. 444 പ്ലസ് എക്സ് 625 ആണെങ്കിൽ നമ്മൾ എക്സ് എങ്ങനെ കാണുക? 444 അങ്ങോട്ട് കൊണ്ടുപോവുക. 444 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കണം എന്നാവും. 625 മൈനസ് 444 കുറയ്ക്കുമ്പോൾ ഉത്തരം 181. റൂട്ട് ഓഫ് 196 പ്ലസ് 49ൻ്റെ വില കാണുക. ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ്. റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ്. ഈ റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടി എഴുതുമ്പോഴും കുറച്ച് എഴുതുമ്പോഴും റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വേറെ വേറെ റൂട്ട് കണ്ട് ചെയ്യാൻ പാടില്ല. വേറെ വേറെ റൂട്ട് കണ്ട് ചെയ്യരുത്. അതായത് 196ൻ്റെ റൂട്ട് 14, 49ൻ്റെ റൂട്ട് 7 അങ്ങനെ കൂട്ടാൻ പാടില്ല. നമ്മൾ കൂട്ടിയതിന് ശേഷം റൂട്ട് കാണണം. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 245 വരും. അപ്പോൾ 245ൻ്റെ റൂട്ട് കാണണം. 245 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 245 പൂർണ്ണവർഗമല്ല, കൃത്യമായ വർഗ്ഗമൂലമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 245നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 245നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അതായത് പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഹരിക്കുക 1 എത്ര വരെ. അപ്പോൾ 245നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. 4 5 20 ശിഷ്ടം 4 45 9 5 45 49 കിട്ടി. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 7 49. വീണ്ടും 7 കൊണ്ട് ഹരിക്കുമ്പോൾ 177. അപ്പോൾ ഈ 245നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 7 സ്ക്വയർ എന്ന് എഴുതാം. 5 × 7 സ്ക്വയർ. നമുക്കതിൽ 5 അതുപോലെ എഴുതിയിട്ട് 7 സ്ക്വയർ എത്രയാണ്? 49 അല്ലേ? 7 സ്ക്വയർ 7 49. ഇപ്പോൾ എന്തായി? 5ന് റൂട്ടില്ല, അതായത് 5 പൂർണ്ണവർഗ്ഗമല്ല. പക്ഷേ 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 49 പൂർണ്ണവർഗ്ഗമാണ്. അതിൻ്റെ റൂട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഈ റൂട്ട് 5 അതുപോലെ ഇട്ടു ഇൻറ്റു 49ൻ്റെ റൂട്ട് 7. റൂട്ട് 5 × 7 ഗുണിച്ച ഉത്തരം 7 റൂട്ട് 5. വില കാണുക. 8.5 ഹരിക്കണം 0.0005. 8.5നെ 0.0005 കൊണ്ട് ഹരിക്കണം. 8.5 അംശമായിട്ട് എഴുതി ബൈ ഛേദമായി 0.0005. ദശാംശ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്, ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് നോക്കുക. അംശത്തിൽ എത്ര സ്ഥാനം? ദശാംശം കേട്ട് 1 സ്ഥാനം. ഛേദത്തിലോ ദശാംശം കേട്ട് 4 സ്ഥാനം. അപ്പോൾ എവിടെയാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂടുതൽ എന്ന് നോക്കുക. അംശത്തിൽ ദശാംശം കേട്ട് 1 സ്ഥാനമേ ഉള്ളൂ, ഛേദത്തിൽ 4 സ്ഥാനമുണ്ട്. അപ്പോൾ എവിടെയാണോ ദശാംശം കൂടുതൽ അവിടുത്തെ ദശാംശം കളയുക. എവിടെയാണോ ദശാംശം കൂടുതൽ ആ ദശാംശം കളയുക. അപ്പോൾ ഛേദത്തിലാണ് ദശാംശം കൂടുതൽ, ദശാംശം കളഞ്ഞ സംഖ്യ എത്രയും 5. അപ്പോൾ ഛേദത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 4 ദശാംശ സ്ഥാനം കളഞ്ഞു. അതായത് ദശാംശം കളയുക എന്ന് പറഞ്ഞ അർത്ഥം ദശാംശം വലത്തോട്ട് നീക്കുക. ദശാംശം കളയുക എന്ന് പറഞ്ഞാൽ ദശാംശം വലത്തോട്ട് നീക്കുക. അപ്പോൾ 4 സ്ഥാനം ഇവിടെ വലത്തോട്ട് നീക്കി. ഛേദത്തിൽ 4 സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ അംശത്തിലും 4 സ്ഥാനം വലത്തോട്ട് നീക്കണം. ഛേദത്തിൽ 4 സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ അംശത്തിലും 4 സ്ഥാനം വലത്തോട്ട് നീക്കണം. അതിനിവിടെ നീക്കാൻ വലത്തുഭാഗത്ത് 1 സ്ഥാനമേ ഉള്ളൂ, 3 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 85 എന്ന് എഴുതിയിട്ട് ഒരു 3 0 ചേർക്കുക. 85,000/5 ഹരിക്കുമ്പോൾ 85 5 17 5 85. 85 5 17 5 85 പിന്നെ 3 0 ഉത്തരം 17,000. 1000 രൂപയുടെ വാച്ച് 25% വില കൂട്ടിയ ശേഷം 25% വില കുറയ്ക്കുന്നു. ലാഭമോ നഷ്ടമോ? എത്ര രൂപ? വാച്ചിൻ്റെ ഇപ്പോഴത്തെ വില 1000 രൂപയാണ്. അത് ആദ്യം എന്ത് ചെയ്യണു? 25% വില കൂട്ടി, പിന്നെ 25% വില കുറച്ചു. അപ്പോൾ ആകെ ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ? എത്ര രൂപ? നമ്മൾ ഇപ്പോഴത്തെ വില എത്രയാണ്? 1000 ഇൻറ്റു ആദ്യം 25% വില കൂട്ടുക. 25% വില കൂട്ടുക പറയുമ്പോൾ 100ൻ്റെ കൂടെ 25 കൂട്ടുക. 100ൻ്റെ കൂടെ 25 കൂട്ടിയ 1000 ഇൻറ്റു 125/100 ഇൻറ്റു പിന്നെ 25% വില കുറയ്ക്കുക. 25% വില കുറയ്ക്കുക പറയുമ്പോൾ 100 25 കുറയ്ക്കുക. 100 25 കുറച്ചാൽ ഇൻറ്റു 75/100. അപ്പോൾ 1000 ഇൻറ്റു 125/100 ഇൻറ്റു 75/100. ഇതിൽ നമുക്ക് വെട്ടിച്ചെടുക്കുമ്പോൾ അംശമായ 1000-ഉം ഛേദത്തിലത്തെ 100-ഉം ഇതിലത്തെ ഒരു 0 വെട്ടിക്കളയാം. അംശം 1000-ഉം ഛേദത്തിലത്തെ 100-ഉം ഇതിലത്തെ ഒരു 0-ഉം. പിന്നെ അംശം എന്താ? 125 × 75 ബൈ ഛേദമോ 10. 125 × 75 ഗുണിക്കുക. 125 × 75 ഗുണിക്കുമ്പോൾ 9375 കിട്ടും. 9375/10.
10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട്. അപ്പോൾ എന്ത് വരും? 937.5 എന്ന് വരും. ഇതാണ് എന്ത്? വിറ്റ വില. അപ്പോൾ ഇപ്പോൾ വാച്ചിൻ്റെ വില 1000 രൂപയാണ്. അത് എത്ര രൂപയായി മാറി? 937.5 രൂപയായി. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയ വാച്ച് 937.5 രൂപയ്ക്ക് വിറ്റു. അല്ലെങ്കിൽ 1000 രൂപയായിരുന്നു വാച്ചിൻ്റെ ആദ്യത്തെ വില, അത് 937.5 രൂപയായി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. വാച്ചിൻ്റെ ആദ്യത്തെ വിലയേക്കാൾ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നഷ്ടം സംഭവിച്ചു. നഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ വിലയിൽ നിന്ന് രണ്ടാമത്തെ വില കുറയ്ക്കുക. നഷ്ടം സമം 1000 നിന്ന് 937.5 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 കഴിഞ്ഞിട്ട് 0.08 കുറയ്ക്കണം. 1000 കഴിഞ്ഞിട്ട് ഒരു 0.0 ഇടുക. എന്നിട്ട് 937.5 അടിയിലിട്ട് കുറയ്ക്കുക. 5 5 10, ശിഷ്ടം 1 1 2 3 7 10, ശിഷ്ടം 1 1 6 7 3 10, ശിഷ്ടം 1 1 9 10. ഉത്തരം 62.5 രൂപയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവയുടെ തുക കാണുക. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ, ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ് 2 3 5 7. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇതിൻ്റെ ലസാഗു, ഉസാഖ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഉസാഖയുടെ കാര്യം നോക്കുക. ഉസാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. 2 3 5 7 ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അതായത് പൊതു ഘടകമില്ല, കോമൺ ഫാക്ടർ ഇല്ല. ഒരു കൂട്ടം സംഖ്യകൾക്ക് പൊതു ഘടകം ഇല്ലെങ്കിൽ, കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ HCF 1 ആയിരിക്കും. HCF 1. അപ്പോൾ നമുക്ക് HCF കിട്ടി. ഇനി എന്താ? ലസാഗു കാണണം. 2 3 5 7 ലസാഗു. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഇനി ഇതിലത്തെ ഏതെങ്കിലും 3 എടുത്ത് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും 2 എടുത്തിട്ട് ഏതെങ്കിലും ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതൊരു സംഖ്യ കൊണ്ടും ഇതിലത്തെ സംഖ്യകളെ ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് LCM എങ്ങനെ കാണാൻ പറ്റും? LCM ഇതെല്ലാം കൂടി ഗുണിക്കുക. അങ്ങനെയുള്ള സംഖ്യകളുടെ LCM എല്ലാത്തിൻ്റെയും കൂടി പ്രൊഡക്റ്റ് കണ്ടാൽ മതി, ഗുണനഫലം കണ്ടാൽ മതി. അപ്പോൾ 2 × 3 × 5 × 7, 2 × 3 6, 6 × 5 30, 30 × 7 210. അപ്പോൾ നമുക്ക് HCFും LCM കിട്ടി. ചോദ്യത്തിൽ ഈ ലസാഗുവിൻ്റെയും ഉസാഖയുടെയും തുക ഇത് രണ്ടും കൂടി കൂട്ടണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 210ഉം 1 കൂട്ടിയ ഉത്തരം 211.